ബിസിനസ് രംഗത്ത് പ്രബല സാന്നിധ്യമായിക്കൊണ്ടിരിക്കുകയാണ് നടി നമിത പ്രമോദ്. റെസ്റ്റോറന്റ് വിജയം കൈവരിച്ച ശേഷം സാരികളുടെ ബിസിനസ്സുമായി നമിത രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ രംഗത്ത് സജീവമല്ലാത്ത നമിത ഇന്ന് ബിസിനസ് രംഗത്ത് പൂർണ്ണമായും ശ്രദ്ധ നൽകുന്നു. കുടുംബത്തിന്റെ വലിയ പിന്തുണ നമിതയ്ക്കൊപ്പമുണ്ട്. സാരി വിൽപ്പന രംഗത്ത് ഇന്ന് മത്സരമേറെയാണ്. നടി ആര്യ ബാബു ഈ രംഗത്ത് വിജയിക്കാൻ കഴിഞ്ഞ ആളാണ്. ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാചകമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എങ്ങും. സാരി ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യുന്നത് ഇന്ന് ദിനംപ്രതി നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു സെലിബ്രിറ്റി ഇന്ന് സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. 7 വർഷമായുള്ള കാഞ്ചീപുരത്തിൻ്റെ യാത്ര ഒരു സംരംഭക എന്ന നിലയിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ നിസ്സഹായയാവുകയും നിരാശയാകുകയും ചെയ്തു. ആ സംഭവം എന്നെ ബാധിച്ചതിനാൽ കുറേ കാലത്തേക്ക് ഞാൻ മാനസികമായി തളർന്നിരുന്നു. ഇന്ന് സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്ത ആളുകൾ ഉൾപ്പെടെയുള്ള സംഭവമാണ്. ഇതിൽ കൂടുതൽ എനിക്ക് സന്തോഷമാകാനില്ല. ഇപ്പോൾ ഞാൻ കടന്നുപോയ വേദന ഒരുപക്ഷേ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളല്ല ഞാൻ. എന്നാൽ ഇന്ന് എനിക്ക് നിയന്ത്രിക്കാനാവില്ല. അതിനർത്ഥം അതെന്നെ അത്രയും വേദനിപ്പിച്ചുവെന്നും ആ വേദന ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നതാണ്. ആര്യ ബാബു ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെ. മെയ് 6-ന് ആര്യ ഇങ്ങനെയൊരു സ്റ്റോറി പങ്കുവച്ചത്. അതേ ദിനം സാരി ബ്രാൻഡ് തുടങ്ങിയ സെലിബ്രിറ്റിയാണ് നമിത പ്രമോദ്. മെയ് 8-ന് ഔദ്യോഗിക ലോഞ്ച്. എങ്കിലും സോഷ്യൽ മീഡിയ വഴി സാരി ബ്രാൻഡ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒഫീഷ്യൽ അക്കൗണ്ടും തുടങ്ങി. നമിത പ്രഭുവിനെ തന്നെയാണ് ആര്യ ഉദ്ദേശിച്ചതെന്ന് നെറ്റിസൺസ് പറയുന്നു. അതേസമയം നമിതയുടെ പേരെടുത്ത് ആര്യ പരാമർശിച്ചിട്ടില്ല. സാരി ബിസിനസ്സിൽ നിൽക്കുന്ന മറ്റ് സെലിബ്രിറ്റികളെ പിന്തുണയ്ക്കുന്ന ആളാണ് ആര്യ. അഹാന കൃഷ്ണ, കാവ്യ മാധവൻ തുടങ്ങിയവർ ഇന്ന് സാരി ബിസിനസ്സുമായി രംഗത്തുണ്ട്. നേരത്തെ ടീഷർട്ട് ബ്രാൻഡ് നമിത പ്രമോദ് തുടങ്ങിയിരുന്നു. ആ സംഭവം പിന്നീട് നിർത്തി. സാമ്പത്തികമായ നഷ്ടം വന്നപ്പോൾ പൂട്ടുകയായിരുന്നു എന്നാണ് നമിത പറഞ്ഞത്. പപ്രിക്ക എന്നായിരുന്നു ടീഷർട്ട് ബ്രാൻഡിൻ്റെ പേര്. ഓവറോളുള്ള പ്രൊഡക്ഷൻ തിരിച്ചടിച്ചു. തുടക്കത്തിൽ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. മെൻസ് വിയർ കുറച്ച് ചലഞ്ചിങ് ആയ കാലഘട്ടമാണ്. ഞാനതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പ്ലാനിംഗ് ഇല്ലാത്ത കൊണ്ട് ബ്രാൻഡിനെയും ബാധിച്ചു എന്ന് നമിത പ്രമോദ് പറയുന്നു.